ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കപ്പയും മത്തിയും ഒക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് മത്തിയൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ കപ്പ ഇരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു 6 മത്തി എടുത്ത് ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളകും മാത്രം തേച്ച് ഫ്രൈങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വാടി തിരിച്ചു മറിച്ച് വിട്ടിങ്ങ് എടുക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് മത്തി തിരിച്ച് മറിച്ച് വിട്ടൊന്ന് വാട്ടിങ് എടുക്കുക. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു കൈ ചെറിയ ഉള്ളി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഇടിയല്ലി വെച്ചൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അപ്പോൾ ഇന്ന് മത്തി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഒരല്പം കടുകിട്ട്, വറ്റൽമുളകിട്ട്, പിന്നെ കറിവേപ്പിലയിട്ട്, പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടിയെടുക്കണം. മത്തിയും കപ്പയും കൂടെ ഒക്കെ പുഴുങ്ങുന്നത് ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് അങ്ങോട്ട് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇല്ല, അതുകൊണ്ട് 2-3 ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, നമ്മൾ മുളക് കറി വെക്കുന്നതിനെടുക്കുന്ന പൊടികളൊക്കെയാണ് ഇട്ടത്. ഒരല്പം കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇനി പൊടിയെല്ലാം നല്ല പച്ചമണം മാറി മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ കപ്പ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് തിളച്ച വെള്ളത്തിൽ കപ്പ ഇട്ട് ഒരു 1/4 ഭാഗം വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ കപ്പയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2-3 മത്തി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ 1/4 ഭാഗം വെന്ത കപ്പയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മത്തിയും കൂടെ അതിലേക്ക് വെച്ചിട്ടതിന് ശേഷം ബാക്കി കപ്പയും അതിലേക്ക് ചേർക്കാം. കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലപ്പം ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഈ മത്തിയുടെ നെയ്മത്തിയാണ്ട് അതിൻ്റെ മണവും ചൊവയും ചീനി ചിലർക്കൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ബാക്കി മത്തിയും നമ്മൾ ആ ഫ്രൈ ചെയ്ത പാത്രത്തിലെ കറിവേപ്പില എണ്ണയൊക്കെ ഒന്നും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ തവിയുടെ ഈ ഭാഗം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പയ്യെ പൊടിയാതെ, മീൻ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ 1/4 ഭാഗമല്ലേ കപ്പ വെന്തുള്ളൂ, ബാക്കി കപ്പ ഇതിൽ കിടന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് കറി ഇച്ചിരി കൂടെ ഒന്ന് പറ്റുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയോ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. ഞാൻ പച്ച വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയും മത്തിയും കൂടെ പുഴുങ്ങിയത് എന്ന് പറയാമോയെന്ന് അറിയുന്നില്ല. പുഴുങ്ങിയത് കപ്പയും മത്തിയും കൂടെ അല്ലാതെ വെച്ച് പുഴുങ്ങുന്നതാണ്. ഇത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കപ്പയും മത്തിയും കൂടെ ഉള്ള ബിരിയാണി, എല്ലും കപ്പയും ബീഫൊക്കെ വെച്ചുണ്ടാക്കുന്ന അതേപോലെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വളരെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.